Hi all, welcome to the fourth video on object oriented programming. Today we will discuss the topic memory models. Memory is one of the critical resource of computer system. This memory is limited in our computer and it can be exhausted. നമുക്കറിയാം memory is an essential part. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട്. മെമ്മറിയിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി. ഇപ്പോൾ മെമ്മറിയുടെ യൂസ് അനുസരിച്ചിട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ അവർ കമ്പ്യൂട്ടർ ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ ബി എക്സോസ്റ്റഡ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുന്ന ടൈമിൽ വി നോ ദാറ്റ് വി വിൽ ബി ഡിക്ലെയറിങ് വേരിയബിൾസ്. നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് to store the data in that program. ആ പ്രോഗ്രാമിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ആൻഡ് വി ഓൾ നോ ദാറ്റ് വി വോണ്ട് ബി ഏബിൾ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം വിത്തൗട്ട് സേവിങ്. പ്രോഗ്രാം സേവ് ചെയ്യാതെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ മെമ്മറി സ്പേസ്. ആ മെമ്മറി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിസ് മെമ്മറി മോഡൽസ്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ദാറ്റ് കമ്പൈലർ വിൽ സ്പെസിഫൈ ആൻ അപ്രോപ്രിയേറ്റ് മെമ്മറി മോഡൽ ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ ഈ മെമ്മറി മോഡൽസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. 6 ടൈപ്പ് ഓഫ് മെമ്മറി മോഡൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ടൈനി, സ്മോൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെമ്മറി മോഡൽ ഈസ് സ്മോൾ. ഇപ്പോൾ നമുക്ക് മെമ്മറി മോഡൽ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ദർ ഈസ് എൻ ഓപ്ഷൻ. ദാറ്റ് ഈസ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന C++ എഡിറ്ററിൽ ഓപ്ഷൻ മെനുവിൽ ചെന്നിട്ട് വി ക്യാൻ സെലക്ട് ദ മെമ്മറി മോഡൽ ഫോർ ദ പ്രോഗ്രാം. അപ്പോൾ മെമ്മറി മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെമ്മറി മോഡൽസ്. ഓക്കെ, നമ്മുടെ കോഡ് ദാറ്റ് ഈസ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യണം, പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ മെമ്മറി മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് സെക്ഷൻ വി വിൽ ടോക്ക് അബൌട്ട് മെമ്മറി മോഡൽസ്, സ്റ്റാക്ക് ആൻഡ് ഹീപ്പ്. Memory models set supportable size of code and data areas. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോഡ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള സ്പേസും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് മെമ്മറി മോഡൽസ്. ഫിഗർ ചെക്ക് ചെയ്യുക. ഫിഗറിൽ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ദർ ഈസ് എ മെയിൻ മെമ്മറി. ആ മെയിൻ മെമ്മറീനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4. There is a free space and an area for data, the area for code and the available memory, maximum available memory. That is, when we are compiling the program, it will automatically assign a space for the program. And the program space is divided into 2, that is, one area to store the data and another area to store the code. In a 16-bit compilers like Turbo C++ third version or Borland C++ third version, we have different type of pointer variables for this memory models. These pointer variables എന്ന് പറയുന്നത് there are 3 different types: near, far and huge. Okay, pointer variables 3 type ആണുള്ളത്. That is near, far ആൻഡ് ഹ്യൂജ്. നമുക്ക് മെമ്മറി മോഡൽസ് 6 ടൈപ്പ് ആണുള്ളത്. ദാറ്റ് ഈസ് ടൈനി, സ്മോൾ, മീഡിയം, കോമ്പാക്റ്റ്, ലാർജ് ആൻഡ് ഹ്യൂജ്. ഡിഫറെൻറ്റ് മെമ്മറി മോഡൽസ് വൺ ബൈ വൺ അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടൈനി. ദിസ് ടൈനി മെമ്മറി മോഡൽ വിൽ യൂസ് the pointer variable near. Near pointer variable ആണ് ഡേറ്റ സ്പേസിനായാലും, that is for
കോഡിനായാലും യൂസ് ചെയ്യുന്നത്. നിയർ പോയിൻ്റർ വേരിയബിൾ ആൻഡ് ദ ടോട്ടൽ കപ്പാസിറ്റി ഫോർ ഡേറ്റ ആൻഡ് കോഡ് ഇസ് 64 കിലോബൈറ്റ്. രണ്ടിനും കൂടെ വേണ്ടിയിട്ട് 64 കിലോബൈറ്റ് ആണ് ടോട്ടൽ മെമ്മറി സ്പേസ്. ആൻഡ് ദ പ്രോഗ്രാംസ് ആർ എക്സിക്യൂട്ടഡ് ക്വിക്ക്ലി. ടൈനി മെമ്മറി മോഡൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസിങ് ഓൺലി എ സ്മോൾ മെമ്മറി സ്പേസ്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ഇസ് എ സ്മോൾ മെമ്മറി മോഡൽ. ഇറ്റ് ഈസ് സെയിം ആസ് ടൈനി, ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. സ്മോൾ വിൽ ഓൾസോ യൂസ് ദ നിയർ പോയിൻ്റർ വേരിയബിൾ ആൻഡ് in this model data will be having 64 kilobyte and code will be using another 64 kilobyte. ഇപ്പോൾ കുറച്ചും കൂടെ സ്പേസ് അവൈലബിൾ ആണ്. ആൻഡ് ദിസ് മെമ്മറി മോഡൽ ഈസ് യൂസ്ഡ് ഫോർ ആവറേജ് സൈസ്ഡ് പ്രോഗ്രാംസ്. സെയിം ആസ് ടൈനി മോഡൽ, ഇതിനും കുറച്ച് സ്പേസ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ദ പ്രോഗ്രാംസ് ആർ എക്സിക്യൂട്ടഡ് ക്വിക്ക്ലി. In medium memory model, near pointer variable is used for data and far memory pointer variable is used for code. And in this memory model, data space has 64 kilobyte space. Data ke 64 kilobyte space ഉണ്ടാവും and the code can use multiple segments. ഡേറ്റ സ്പേസ് എന്ന് പറയുന്നത് ചെറുതാണ്. സോ ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് ക്വിക്ക്ലി. ആൻഡ് പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസിങ് ദ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ്. സോ പ്രോഗ്രാം എക്സിക്യൂഷൻ ഈസ് സ്ലോവർ. ദെൻ മീഡിയം മെമ്മറി മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലാർജ് കോംപ്ലെക്സ് പ്രോഗ്രാംസ് ആൻഡ് ദാറ്റ് പ്രോഗ്രാംസ് വിൽ ബി യൂസിങ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ. Next is the compact memory model. In compact memory model, far pointer variable is used for data. Data space nu vendita we will be using far pointer variable. But for code we will be using near pointer variable. And here code space is 64 kilobyte. And the data can use multiple segments and it is used for simple programs. 64 kilobyte ullo, so it is used for simple small programs. Since it is using it can use multiple segments for data, that programs will be working on massive amount of data. Then it is using data is using multiple segments, so to access data it will be slow but the program execution will be quicker. Large memory model uses far pointer variable for both data as well as code, and both data and code can use multiple segments. Since they are using multiple segments for both code and data, the execution is very slower. Program execution will be very slower and it is used for large programs manipulating large amount of data. Large memory model എന്ന് പറയുന്നത് it will be using far pointer variable ആണ് for data and code, and ഡേറ്റയും കോഡും can use multiple segments. ഇനി കൂടുതൽ സ്പേസ് എടുക്കുന്നത് കൊണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ വിൽ ബി സ്ലോവർ. ആൻഡ് ഈ പ്രോഗ്രാം ഈ ലാർജ് മെമ്മറി മോഡൽ യൂസ് ചെയ്യുന്നത് ഫോർ ലാർജ് പ്രോഗ്രാംസ് മാനിപ്പുലേറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. Next memory model is huge. Huge will also using this far pointer variable for both data and code. And here also data and code will be using multiple segments. And the pointer length of this pointer will be 32 bits long. So since they are using large amount of space, code execution is the
slowest of all the memory models. ബാക്കി എല്ലാ മെമ്മറി മോഡൽസിനെ അപേക്ഷിച്ചിട്ട് ഹ്യൂജിനായിരിക്കും ഏറ്റവും കുറവ് എക്സിക്യൂഷൻ ടൈമുള്ള, ഏറ്റവും കൂടുതൽ എക്സിക്യൂഷൻ ടൈം എടുക്കുന്നത്. And it is used for very big programs manipulating large amount of data. We all know about the symbol ampersand. Ampersand symbol is used to denote the address of a given variable, and that address is divided into two parts, that is the segment part and offset part. താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. that is there is the thing that is representing a whole address. നമ്മൾ ആംപർസൻഡ് സിമ്പിൾ കൊടുത്താൽ റെപ്രസെൻ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ഹോൾ അഡ്രസ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ അഡ്രസ്സിനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ് അഡ്രസ് ആൻഡ് ഓഫ്സെറ്റ് അഡ്രസ്. ഈ ടു അഡ്രസ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ദർ ആർ ടു മാക്രോസ് that are defined in the header file dos.h. അപ്പോൾ there is an address for a വേരിയബിളിന് ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് നമുക്ക് ആംപർസൻഡ് സിമ്പിൾ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു സെഗ്മെൻറ്റ്സ്, ദാറ്റ് ഈസ് സെഗ്മെൻറ്റ് പാർട്ട് ആൻഡ് ഓഫ്സെറ്റ് പാർട്ട്. ആ അഡ്രസ്സ് നമുക്ക് രണ്ടും സെഗ്മെൻറ്റ് പാർട്ടും ഓഫ്സെറ്റ് പാർട്ടായിട്ടും ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ആർ ടു മാക്രോസ്. ദാറ്റ് മാക്രോസ് ആർ ഡിഫൈൻഡ് ഇൻ ദ ഹെഡർ ഫയൽ dos.h, and the two macros are fp_seg and fp_off. fp_seg macro is used to get the segment address of the pointer variable, and fp_off macro is used to get the offset address of the pointer variable. ഇപ്പോൾ ഒന്നും കൂടി പറയുവാണ്, the whole address of a variable is divided into segment address and offset address. നമ്മൾ ഹോൾ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ആംപർസൻഡ് സിമ്പിൾ. ഇനി രണ്ട് ഹോൾ അഡ്രസ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം രണ്ട് പാർട്ടായിട്ട്, ദാറ്റ് ഈസ് ദ സെഗ്മെൻറ്റ് പാർട്ട് ആൻഡ് ഓഫ്സെറ്റ് പാർട്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് ബൈ യൂസിങ് ടു മാക്രോസ് ആണ്. ആ മാക്രോസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ dos.h ഹെഡർ ഫയലിലാണ്. ദാറ്റ് മാക്രോസ് ആർ fp_seg and fp_off. പിന്നെ നമുക്ക് ആംപർസൻഡും ദിസ് മാക്രോസും യൂസ് ചെയ്തിട്ട് ഹോൾ അഡ്രസ്സും സെഗ്മെൻറ്റ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നോക്കാം. In this example, two header files are mentioned, that is dos.h and iostream.h. Since the macros fp_seg and fp_off is defined under the dos.h, I have included the first header file #include dos.h. Then I have started the main function. Inside the main function I have declared a variable a, and in the first print statement will be printing the address of a, that is it will be printing the whole address. Second print statement will be printing the segment address. Segment address print cheyanayittu we have used the macro fp_seg, and inside that off symbol we have mentioned ampersand a. And the third print statement will be printing the offset address. For printing the offset address we have used the macro fp_off.
Now we will discuss the 3 pointer variables, that is near, far and huge. Near pointer variable uses 16-bit address. That is, the limitation is that only 64 KB of data can be accessed at a time. Okay, ഇപ്പോൾ നമ്മൾ ടൈനി സ്മോളൊക്കെ പഠിച്ചിരുന്നപ്പോഴത്തേനും പറഞ്ഞായിരുന്നു ഇറ്റ് വിൽ ബി യൂസിങ് നിയർ പോയിൻറ്റർ വേരിയബിൾ. ഇപ്പോൾ നിയർ പോയിൻറ്റർ വേരിയബിളിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ 16-bit address and its limitation is only 64 KB of data can be accessed at a time. അപ്പോൾ ചെറിയ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ളതാണ് നിയർ പോയിൻറ്റർ വേരിയബിൾ. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റർ വേരിയബിൾ ഇസ് ഫാർ. ഫാർ പോയിൻറ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 32-bit അഡ്രസ്സാണ്. ആൻഡ് കമ്പൈലർ അലോക്കേറ്റ്സ് segment register to store segment address and another segment register to store the offset address. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ചും കൂടെ സ്പീഡായിട്ടും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഫാർ പോയിൻറ്റർ വേരിയബിൾ യൂസ് ചെയ്യും. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഹ്യൂജ് പോയിൻറ്റർ വേരിയബിൾ. ഹ്യൂജ് പോയിൻറ്റർ വേരിയബിൾ എന്ന് പറയുന്നത് സെയിം ആസ് ഫാർ തന്നെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഹാവിങ് a 32-bit അഡ്രസ്. ബട്ട് അതിനൊരു ഡിഫറൻസ് ഉള്ളത്, ഇൻ ഫാർ പോയിൻറ്റർ വേരിയബിളിൽ നമുക്ക് സെഗ്മെൻറ്റ് പാർട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഇൻ ഹ്യൂജ് വി ക്യാൻ മോഡിഫൈ ദ സെഗ്മെൻറ്റ് പാർട്ട്. അപ്പോൾ പോയിൻറ്റർ വേരിയബിൾസിൻ്റെ സ്പെസിഫിക്കേഷനാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. ദാറ്റ് ഈസ് നിയർ, ഫാർ ആൻഡ് ഹ്യൂജ്. Memory layout of C++ program. There are few levels in this layout, that is the stack segment, heap segment, text segment or the code segment and the data segment. First we will go with the code segment. Code segment, in the code segment the compiled program with executing instructions are kept in this section and it is read only. In order to avoid overwriting of stack and heap, code segment is kept below stack and heap. അപ്പോൾ കോഡ് സെഗ്മെൻറ്റിനകത്തുള്ളത് കമ്പൈൽ ചെയ്ത പ്രോഗ്രാം ആൻഡ് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനോട് കൂടിയുള്ളതാണ്. It is stored in the code segment and it is read only. ഇപ്പോൾ സ്റ്റാക്കിൽ നിന്നും ഹീപ്പിൽ നിന്നുള്ള ഓവർ റൈറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഡ് സെഗ്മെൻറ്റ് ഇസ് കെപ്റ്റ് ബിലോ ദ ഹീപ്പ് ആൻഡ് സ്റ്റാക്ക് segment. Next is the data segment. Data segment, as per the name represent, that is the global variables, the static variables are kept in this section and it is not read only, that is we can make changes in the data segment. Memory layout le next segment is stack. Stack എന്ന് പറയുന്നത് it is a pre-allocated memory ആണ് and it is a LIFO method ആണ് യൂസ് ചെയ്യുക, that is last in first out. And each new variable is pushed into the stack. പുതിയ വേരിയബിൾസ് വരുന്നത് സ്റ്റാക്കിലോട്ടായിരിക്കും വരിക. Once the variable goes out of scope, the memory is freed. ഇപ്പോൾ വേരിയബിൾ ഔട്ട് ഓഫ് സ്കോപ്പ് ആകുന്ന സമയത്ത് ദാറ്റ് മെമ്മറി ഫ്രീ ആകും ആൻഡ് ദാറ്റ് റീജിയൻ വിൽ ബി അവൈലബിൾ ഫോർ അതർ വേരിയബിൾസ്. ഇനി നമുക്ക് അടുത്തത് ആ ഫ്രീ ആയിട്ടുള്ള സ്പേസിനെ നമുക്ക് യൂസ് ചെയ്യാം. The stack grows and shrinks as functions push and pop local variables. That is, ഫ്രീ ആകുന്നതിന് അനുസരിച്ചും പുതിയ വേരിയബിൾസ് അസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്റ്റാക്ക് ചെറുതാകുകയും വലുതാകുകയും ചെയ്യും. It stores local data, return address, arguments passed to the function and the current status of the memory. Next is a heap. Heap is used to allocate memory during program execution.
അപ്പോൾ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഹീപ്പ് എന്നാണ് നമ്മൾ മെമ്മറി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദ മെമ്മറി ഫ്രം വിച്ച് വി റിസീവ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് ഹീപ്പ്. ആൻഡ് ഹീപ്പ് വഴി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർഡ് അൺടിൽ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇസ് കംപ്ലീറ്റഡ്. The memory allocated from heap remains available until the user explicitly deallocates it. It is used for dynamic memory allocation. ഇപ്പോൾ ഹീപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഹീപ്പിലുള്ള മെമ്മറി സ്പേസാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി മെമ്മറി സ്പേസ് ഹീപ്പിൽ നിന്ന് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പ്ലിസിറ്റ്ലി ഡീ അലോക്കേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ യൂസ്ഡ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് ഡീ അലോക്കേറ്റ് ചെയ്യണം. ആൻഡ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് ആ സ്പേസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹീപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാനും മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ് എംഅലോക്ക്, റീഅലോക്ക് ആൻഡ് ഫ്രീ. C++ we will be using new and delete. So we will look dynamic memory allocation and the functions new and delete in the next video. Thank you.